ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ്. പട്ടാമ്പി നേർച്ചയുമായി ബന്ധപ്പെട്ട നഗരസഭയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. നഗരസഭ ചെയർപേഴ്സൺ ടി പി ഷാജിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഇത്തവണ മാർച്ച് 28, 29 തീയതികളിലായാണ് പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. 29-നാണ് നഗരപ്രദക്ഷിണ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുക. നേർച്ച ആഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം നഗരസഭയിൽ ചേർന്നു. നഗരസഭാ ചെയർമാൻ ടി പി ഷാജിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. 60ഓളം ഉപാഘോഷ കമ്മിറ്റികളാണ് നേർച്ചാഘോഷത്തിനുള്ളത്. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ യോഗത്തിൽ തീരുമാനമായി. അനുമതിയുള്ള ആനകളെ മാത്രമേ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. രാത്രി 10 മണി വരെ മാത്രമാണ് നിലവിൽ ആഘോഷങ്ങൾ നടത്താൻ അനുമതി. സമയം നീട്ടി നൽകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. നേർച്ചയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടിക്രമങ്ങളും യോഗത്തിൽ ചർച്ചയായി. ഒരു ആന അടഞ്ഞിട്ട് ഒരാള് മരണപ്പെട്ടത് കൂടിയാണ്. നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആനയുടെ ആക്രമണം എന്ന് പറഞ്ഞാല് നമുക്ക് പോലീസിന്റെ കൺട്രോളിൽ നിൽക്കുന്നതല്ല. നമുക്ക് കൂടുതൽ അപകടങ്ങൾ ഇല്ലാതെ നോക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര നമ്മൾ തീർച്ചയായിട്ടും അത് പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് കൂടുതലായിട്ടുള്ള അപകടം വരാനായിട്ടുള്ള സാധ്യതകൾ. ഞാൻ പറഞ്ഞു, നോർമലി ഉള്ള യാത്രകൾ കുഴപ്പമില്ല. നോർമലി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്നാൽ അതിനെ എന്തെങ്കിലും നേരത്തെ ചെയർപേഴ്സൺ പറയുകൂടി ചെയ്തതാണ്. എന്ത് കഴിഞ്ഞ വർഷം നമ്മുടെ ആനേനെ ഉപദ്രവിക്കുന്ന, കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷത്തിൽ ആനേനെ ഉപദ്രവിക്കുന്ന, അതായത് ഗ്യാസിന്റെ പൈപ്പ് കൊണ്ട് മുകളിലുള്ള ആളെയാണ് അടിക്കുന്നത്. പക്ഷെ അടികൊള്ളുന്നത് ആനയ്ക്കാണ്. അപ്പോ ആനയ്ക്ക് അറിയില്ല അടിക്കുന്നത് മുകളിലുള്ള ആളെയാണ് എന്നുള്ളതൊന്നും അറിയില്ല. ആന അടഞ്ഞു കഴിഞ്ഞാല് പറയാൻ പറ്റില്ല. അപ്പോ ആ രീതിയിലുള്ള രണ്ട് സൈഡിലുള്ളതിനെ നമുക്ക് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. നഗരസഭ വൈസ് ചെയർമാൻ അസ്ന അനീഫ, മറ്റു കൌൺസിലർമാർ, കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു.